ങ്ങളുമായി അഭിജിത്ത്, ഏതായാലും ഇനി പോസ്റ്റ്മോർട്ടമാണ് നിർണായകമാവുക. അത് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ അത് നിലവിൽ തന്നെ ഒരാളെ മരിച്ച ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്, മറ്റൊരാൾ ചികിത്സയിലിരിക്കെ അതും വിഷം കഴിച്ച് എത്തിയ ആളാണ്. അവരുടെ കാര്യത്തിലും നിയമപരമായി തന്നെ പോസ്റ്റ്മോർട്ടം അനിവാര്യമാണ്. മറ്റ് 3 പേരുടെ കാര്യത്തിൽ ഇനി അവരുടെ ബന്ധുക്കളുടെ തീരുമാനം. അവർക്ക് അത്തരത്തിലൊരു സംശയം, ഈ MLA ഉന്നയിക്കുന്ന ആരോപണം പോലെ ഒരു സംശയമുണ്ടെങ്കിൽ മാത്രം അവരുടെ അനുമതിയോടുകൂടി പോസ്റ്റ്മോർട്ടം സാധിക്കുകയുള്ളൂവല്ലോ. തീർച്ചയായും പ്രിൻസിപ്പൽ അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ 5 മരണങ്ങളിൽ 1 സ്പോട്ട് ഡെത്ത് ആണ്. പിന്നെ വന്ന ഒരു മരണത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അത് വിഷം ഉള്ളിൽ ചെന്നുള്ള മരണമാണ്. അതാണ് MLA ആരോപണമായി ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വയനാട് സ്വദേശിനിയാണ്. അവരുടെ പേര് നസീറ എന്നാണ്. 44 വയസ്സുള്ള സ്ത്രീയാണ്. അവർ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. പുക ഉയർന്നതിന് പിന്നാലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഇവരെ മാറ്റുമ്പോഴാണ് ഇവർക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ തന്നെ മറ്റു 3 മരണങ്ങളുടെ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ ഉണ്ടാകും. ബാക്കി 3 പേരുടെ കാര്യത്തിൽ കുടുംബം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ ആ കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഏതായാലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ വന്നിരിക്കുന്ന ഒരു വിശദീകരണം, ഔദ്യോഗികമായ ഒരു വിശദീകരണം, പുക ശ്വസിച്ചുണ്ടായ മരണമല്ല. MLA ആരോപിച്ചതുപോലെ പുക ശ്വസിച്ചല്ല ഈ മരണം ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ന കാരണങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പ്രിൻസിപ്പൽ വ്യക്തമായി തന്നെ പറയുന്നു. ആ രോഗികൾ ആരൊക്കെയാണ്, അവർ ഏത് രീതിയിലാണ് ഇവിടെ അവരെ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പ്രിൻസിപ്പൽ തരുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നാളെ മാത്രമേ കടക്കുകയുള്ളൂ. അതിനുശേഷം അക്കാര്യത്തിൽ കൂടുതലൊരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഗോകുൽ, ഇനിയിപ്പോൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്, പാളിച്ച പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടത് അനിവാര്യമാണ്. കാരണം ഏറ്റവും പുതിയൊരു ബ്ലോക്കാണിത്, ഏറ്റവും പുതിയൊരു കെട്ടിടമാണിത്. അവിടെയാണ് ഈ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായത്. നേരത്തെ ചിലരുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യം ഈ എമർജൻസി എക്സിറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. കാരണം കൃത്യമായി ഈ രോഗികൾക്ക് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർമാർക്കൊക്കെ പുറത്തേക്ക് കടക്കാൻ എമർജൻസി എക്സിറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ ഒരു ആരോപണമായി ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു ക്രിട്ടിക്കൽ സാഹചര്യം ഉണ്ടായാൽ, ഒരു ഗുരുതര സാഹചര്യം ഉണ്ടായാൽ രോഗികൾക്കും ഒപ്പം ഈ കെട്ടിടത്തിനകത്തുള്ളവർക്ക് പുറത്തേക്ക് കടക്കേണ്ട ഒരു നില വരും. പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഒരു പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു പ്രാഥമികമായ പരിശോധന, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രാഥമികമായ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇങ്ങനെ പുക ഉയരാൻ കാരണമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരട്ടെ. ഏതായാലും വലിയ ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഗോകുൽ. കാരണം മെഡിക്കൽ കോളേജാണ്, നിരവധി രോഗികൾ എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പുക ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വലിയൊരു ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ രോഗികളെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപത്ത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മിംസ് ആശുപത്രിയിലേക്കും കൂടാതെ ബീച്ച് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ രോഗികളെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നു എന്ന് തന്നെയാണ് പ്രിൻസിപ്പലുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ബീച്ച് ആശുപത്രിയിൽ കൃത്യമായ സൗകര്യങ്ങൾ ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു സംഘത്തെ തന്നെ, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സംഘത്തെ തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് അയക്കുകയും ഇത് മോണിറ്റർ ചെയ്യുന്നതിനടക്കമുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാഷ്വാലിറ്റി സീൽ ചെയ്തിട്ടുണ്ട്. അതിന് ഉൾവശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടെ മറ്റ് പുക ഉയർന്നതാണ്, ആ രീതിയിൽ മലിനമാക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് നിലവിൽ വളണ്ടിയേഴ്സൊക്കെ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ഏതായാലും ആശങ്കപ്പെടുത്തുന്ന കുറച്ച് മണിക്കൂറുകളാണ് കടന്നുപോയത്. അതിനൊടുവിൽ മുഴുവൻ പേരെയും ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഇലക്ട്രിസിറ്റി സംവിധാനം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞിട്ടില്ല. അതിൽ കൂടി എങ്ങനെയാണ് ഒരു ക്രമീകരണം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ആ സമയത്ത് ഈ UPS ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അപ്പോഴാണ് കൂടുതൽ പരിഭ്രാന്തിയിലേക്ക് ഇവിടെയുള്ള രോഗികളും ഒപ്പം ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ കടന്നത്. പലരും രോഗികളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്.
കലക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസേഴ്സും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കലക്ടറും എംപിയും MLA യും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടേക്ക് എത്തിയിരുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. നിലവിൽ ഏതായാലും ആശങ്കപ്പെടേണ്ട